ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് പങ്കുവയ്ക്കുന്ന ഒരു വിഷയം, ഒരു സ്ത്രീ എൻ്റെ മുമ്പിലിരുന്ന് സംസാരിച്ചപ്പോൾ അവള് പങ്കുവെച്ചതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ മനസ്സിൽ കൂടെ പോയ ഒരു കാര്യം ഇതാണ്. അവളെക്കുറിച്ച് ഇങ്ങനെ പറയാം: മുറിഞ്ഞ മനസ്സ്, കരിഞ്ഞ ഹൃദയം. അവളുടെ മനസ്സ് വളരെ വ്രണപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു കരിഞ്ഞ അവസ്ഥ. അവൾക്ക് ജീവിക്കണമെന്ന് പോലും വലിയ താല്പര്യമൊന്നുമില്ല. ഒരുപാട് വിഷമങ്ങൾ, വേദനകൾ ഇതെല്ലാം കൊണ്ടു നടക്കുന്നുണ്ട്. അവർ സൂചിപ്പിച്ച ഒരു കാര്യം, ഭർത്താവിനും മക്കൾക്കും പരാതി, വളർത്തുമൃഗങ്ങളുടെ പുറകെ അമിതമായിട്ട് താല്പര്യം കാണിച്ച് പോകുന്നൊരവസ്ഥ. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കുറവുകൾ വരുന്നുണ്ട്. അവൾ പറഞ്ഞൊരു കാര്യം, ഈ മിണ്ടാപ്രാണികൾ അതിനെ നമ്മൾ കാര്യമായിട്ട് നോക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രാക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. മാത്രമല്ല, ഈ മിണ്ടാപ്രാണികൾക്ക് വല്ല ഭക്ഷണമോ വെള്ളമോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് നന്ദിയുണ്ട്. അത് ചിലപ്പം എൻ്റെ ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും ചിലപ്പം കാണാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ടാണ് അവളുടെ ശ്രദ്ധ ആ ഒരു രീതിയിലേക്ക് പോയത്. നമുക്ക് കാണാൻ സാധിക്കും, ചിലപ്പോൾ വളർത്തുമൃഗങ്ങൾ പോലും നന്ദി കാണിക്കുന്ന അവസ്ഥ. ഞാൻ കേട്ട ഒരു വിദേശ രാജ്യത്ത് അവർ 2 ദിവസം ഏതാണ്ട് പുറത്തു പോകേണ്ടി വന്നു. വിദൂര യാത്ര ഡ്രൈവ് ചെയ്ത് പോയിട്ട് തിരിച്ച് അവർ വരാൻ വേണ്ടിയാണ്. 2 ദിവസം 2-3 ദിവസം എടുത്തു. അവർക്കൊരു വളർത്ത് നായ ഉണ്ടായിരുന്നു. അതിന് വേണ്ട ഭക്ഷണം, വെള്ളം, സകലമാന കാര്യങ്ങൾ ക്രമീകരിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ ഇതെല്ലാം ക്രമീകരിച്ച് വെച്ചിട്ട് അവർ പോയി. തിരിച്ചു വന്നപ്പോൾ അവർ കണ്ടൊരു കാര്യം, ആ നായ അതിനകത്തുനിന്നൊരു ശകലം വെള്ളവും കുടിച്ചിട്ടില്ല, ഭക്ഷണവും കഴിച്ചിട്ടില്ല. ഇവർ വന്ന് വീട്ടിൽ കയറി ഇതിൻ്റെ അടുത്ത് വന്നപ്പോഴും അതിങ്ങനെ പിണങ്ങിയിരിക്കുക. ആ നായയുടെ ആ ഒരു സ്നേഹം, ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു വിഷമം, അതൊക്കെയാണ് അവിടെ പ്രകടമാക്കിയത്. ഈ സ്ത്രീയും പറഞ്ഞത്, വളർത്തു മൃഗങ്ങൾ മിണ്ടാനൊന്നും പറ്റത്തില്ലെങ്കിലും അതിന് വല്ല ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളമൊക്കെ കൊടുത്താൽ അതിൻ്റെ നന്ദി കാണാൻ പറ്റും. അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഞാൻ ചെയ്തു പോകുന്നത് എന്ന്. നമുക്കിങ്ങനെ വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ദൈവമക്കളായി നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായ ചില കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഈ സ്ത്രീയെപ്പോലെ നമ്മൾ മുറിഞ്ഞ മനസ്സും കരിഞ്ഞ ഹൃദയവുമായിട്ട് നമ്മളിങ്ങനെ നടക്കേണ്ടി വരും. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത ഒരു കോമ്പിനേഷൻ. അങ്ങനെ ഒരു കോമ്പിനേഷൻ അല്ല നമുക്കുണ്ടാകേണ്ടത്. നമുക്ക് ആരോഗ്യമുള്ള മനസ്സ്, ആനന്ദം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സ്, ആനന്ദം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഹൃദയം, ഇതൊക്കെയാണ് ദൈവമക്കളായി നമുക്ക് ഉണ്ടാകേണ്ടത്. അതുണ്ടാകാനുള്ള വഴികൾ നമുക്ക് കണ്ടെത്താം. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സ് മുറിവേറ്റിരിക്കുമ്പോൾ മുറിവേറ്റ വ്യക്തികൾ അപകടകാരികളായിട്ട് മാറും. മുറിവേറ്റ ചില മൃഗങ്ങൾ പോലും മറ്റു മൃഗങ്ങളെക്കാൾ അപകടകാരികളായിട്ട് മാറും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് മുറിഞ്ഞിട്ട് ആ മുറിവുമായിട്ട് നമ്മൾ കറങ്ങി നടന്നാൽ നമ്മൾ അപകടകാരികളായിരിക്കും. അത് എത്രയും വേഗം സുഖപ്പെടുത്തിയെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഇനി എങ്ങനെയാണ് നമുക്കത് കിട്ടുക? ജെറമ്യായുടെ പുസ്തകം 30-ാം അധ്യായം 14-17 വചനങ്ങളൊന്നും എടുത്താൽ മതി. 14 പറഞ്ഞിട്ടുണ്ട്, നിന്റെ നിരവധിയായ പാപങ്ങൾ മൂലം ഞാൻ നിന്നെ മുറിപ്പെടുത്തി. ഇത് ചിലപ്പം ദൈവം നേരിട്ട് വന്ന് ചെയ്യുന്നൊരു കാര്യമായിരിക്കണമെന്നില്ല. വേറൊരാളുടെ സംസാരത്തിലൂടെ, തെറ്റുതിരുത്തലിലൂടെയൊക്കെ നമുക്കുണ്ടായ മുറിവായിരിക്കാം. 17-ാമത്തെ വചനത്തിൽ കർത്താവ് പറയാണ്, എൻ്റെ പക്കലേക്ക് തിരിച്ചു വരിക, ഞാൻ നിൻ്റെ മുറിവ് സുഖപ്പെടുത്താം. മുറിപ്പെടുത്തിയത് മനുഷ്യരാണെങ്കിലും കർത്താവ് പറയാണ്, ഞാനാണ് സുഖപ്പെടുത്തേണ്ടത്. അതിന് നീ എൻ്റെ പക്കലേക്കാണ് തിരിയേണ്ടത്. മുറിപ്പെടുത്തിയവരുടെ നേരെ മെക്കിട്ട് കയറിയിട്ട് നിനക്ക് സൗഖ്യമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഈ ഒരു തിരിച്ചറിവുള്ളവർ സൗഖ്യം പ്രാപിക്കാനുള്ള ശരിയായ വഴി ഏതാണെന്ന് കണ്ടെത്തി ആ വഴിയെ പോകാൻ അവർ തയ്യാറാകും. 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൻ്റെ 7 മുതൽ വായിക്കുമ്പോൾ ചിലപ്പോൾ മനുഷ്യർ നമ്മളെ മുറിപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകാം. ഇവിടെ നമ്മൾ കാണുന്നത് ആസാ രാജാവുമായി ബന്ധപ്പെട്ടൊരു കാര്യം. പ്രവാചകൻ അവനെ കുറ്റപ്പെടുത്തിയപ്പോൾ അത് അവന് മുറിവായി. പിന്നെ ആസാ രാജാവ് ചെയ്തത്, കൊട്ടാരത്തിലൂടെ മുറിവേറ്റ ഈ വ്യക്തി കൊട്ടാരത്തിലൂടെ ഓടി നടന്ന് കണ്ടവരെയെല്ലാം അടിക്കുക, അവരെയെല്ലാം വേദനിപ്പിക്കുന്ന ഒരു രംഗം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുറിവേറ്റ മൃഗം അപകടകാരിയാകുന്നത് പോലെ മനസ്സ് മുറിവേറ്റിരിക്കുന്ന വ്യക്തി അപകടകാരിയാണ്. അവരെന്തൊക്കെയാണ് ഇനി പറഞ്ഞ് പരത്താൻ പോകുന്നത്, എന്തൊക്കെയാണ് അവർ ചെയ്തു കൂട്ടാൻ പോകുന്നത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എത്രയും വേഗം നമ്മുടെ മനസ്സ് സുഖപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. 2 ദിനവൃത്താന്തം 18-ാം അധ്യായം അതിൻ്റെ 22 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, സെദക്കിയ മിഖായ പ്രവാചകന്റെ കരണത്തടിക്കുന്ന ഒരു രംഗം. എന്താ പറ്റിയേ? ഇവൻ ആഗ്രഹിച്ചതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ, അവൻ പ്രവചിച്ചതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ മിഖായ പറഞ്ഞു. അവൻ പറഞ്ഞായിരുന്നു സത്യം. ഈ സെദക്കിയ പറഞ്ഞത് സത്യമായിരുന്നില്ല, അവൻ വിചാരിച്ചു അതാണ് സത്യമെന്ന്. പക്ഷേ സത്യം പിന്നീട് സ്ഥാപിക്കപ്പെട്ടു. ആഹാബ് രാജാവ് കൊല്ലപ്പെട്ടതിലൂടെ അത് പ്രവചിച്ചത് മിഖായ പ്രവാചകനാണ്. പക്ഷേ ഈ പ്രവാചകൻ പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അതുമൂലം മുറിവേറ്റപ്പോൾ അവൻ ചെയ്തൊരു കാര്യം, മിഖായ പ്രവാചകന്റെ കരണത്തടിക്കുന്ന ഒരു രംഗം ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, സാത്താൻ അവൻ നമ്മെ മുറിപ്പെടുത്താനും നമ്മൾ നന്നായിട്ടൊക്കെ ജീവിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്താനും ഒക്കെ തയ്യാറാകും. വിശുദ്ധ പാദ്രി പിയോ അദ്ദേഹം ഇങ്ങനെ വളരെ വിശിഷ്ടമായി ശുശ്രൂഷകൾ ചെയ്തിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സാത്താൻ വളരെ കോപിതനായിരുന്നു. അവൻ വന്നിട്ട് ഈ മനുഷ്യനെ നോക്കി, അത് വേട്ടപ്പട്ടിയുടെ ഷേപ്പിലൊക്കെയാണ് വരിക, എന്നിട്ട് വിളിച്ചു പറയായിരുന്നു, ആക്രോശിക്കുമായിരുന്നു, ഇവനാണവൻ,
ഇവനാണവൻ, എൻ്റെ ആളുകളെ പിടിച്ചോണ്ട് പോകുന്നത് ഇവനാണ്, അങ്ങനെ പറഞ്ഞ് ആക്രോശിക്കുന്ന ഒരു രംഗം. ഇനി ദൈവമായിട്ടോ മനുഷ്യരായിട്ടോ സാത്താനായിട്ടോ നമുക്ക് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് അതിനുള്ള പരിഹാരമാർഗം എന്താണ്? ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ പക്കലേക്ക് നമ്മൾ തിരിയുക. അവസാനമായിട്ട് അടുത്തായിട്ട് നമ്മൾ കാണുന്നത് മുറിവേറ്റവരെ ദൈവം സുഖപ്പെടുത്തും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. അത് നമ്മൾ ജെറമിയ 30:17 കണ്ടു. എസെക്കിയ 34:16 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മുറിവേറ്റവരെ വച്ച് കെട്ടുന്നത് ഒരു നല്ല ഇടയൻ്റെ സൂചനയാണ്. നല്ല ഇടയൻ ചെയ്യുന്നൊരു കാര്യം യോഹന്നാൻ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നല്ല ഇടയനായിട്ട് യേശുവിനെ അവിടെ വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളവർ ചെയ്യുന്നൊരു കാര്യമാണ് മുറിവേറ്റവരെ വെച്ച് കെട്ടുക. ജെറമിയ 3-ാം അധ്യായം 22-ാമത്തെ വചനം കൂടി എടുക്കുകയാണെങ്കിൽ, എൻ്റെ പക്കലേക്ക് തിരിച്ചു വരിക, ഞാൻ നിൻ്റെ അവിശ്വസ്തത പരിഹരിക്കാമെന്ന് ഇസ്രായേൽക്കാരോട് ദൈവം അരുൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടെ നമ്മൾ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ദൈവം നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, മന്ദീഭവിച്ച ഹൃദയം, കരിഞ്ഞ ഹൃദയം, അത് നമുക്ക് ചേർന്നതല്ല. അങ്ങനെയുള്ളതിനെ കുറ്റപ്പെടുത്തുന്ന യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. ലൂക്ക 24:25 ഹൃദയം മന്ദീഭവിച്ചവരെ എന്ന് വിളിച്ച് അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു രംഗമാണ്. അതുപോലെ നമ്മുടെ ഹൃദയം ഈ രോഗം ബാധിച്ച ഒരു ഹൃദയമായിട്ട് മാറാൻ മറ്റൊരു കാരണം കഠിന ഹൃദയം. മത്തായി 13:15 വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ കഠിന ഹൃദയം നമുക്ക് നല്ലതല്ല. ഹൃദയം കഠിനമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വിത്ത് പാറമേൽ വീണതുപോലെ ആയിരിക്കും നമ്മൾ സ്വീകരിക്കുന്ന വചനം എന്നുള്ളത്. അശുദ്ധ ഹൃദയം രോഗം ബാധിച്ച ഹൃദയമാണ്. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 21 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ശിമയോനെ വിളിച്ച് പത്രോസ് പറയുന്നൊരു കാര്യം, നിന്റെ ഹൃദയം ശുദ്ധമല്ല, ശുദ്ധീകരിച്ചാൽ നിനക്ക് കൊള്ളാം. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മുടെ ഹൃദയവുമായിട്ടോ മനസ്സുമായിട്ടോ ബന്ധപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, തീരുമാനമെടുക്കാം, അതിനായിട്ട് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒരുമിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.